അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം. അതിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇദ്ധം വോപായയോഗേന മൃതാപ്യുജ്ജീവിതാ തദാ ഉപായസ്തു പ്രകർത്തവ്യ സർവധാ ശാസ്ത്രസമ്മത. മണിമന്ത്ര ഔഷധീഭിശ്ച വിധിവൽ പ്രാണരക്ഷണേ ഇത്യുക്ത്വാ സചിവാൻ രാജ കൽപ്പയിത്വാ സുരക്ഷകാൻ കാരയിത്വാധ പ്രാസാദം സപ്തഭൂമികമുത്തമം. ആരുരോഹോത്തരാസൂനു സചിവൈ സഹ തൽക്ഷണം. മണിമന്ത്രധരാശൂരാ സ്ഥാപിതാസ്തത്ര രക്ഷണേ പ്രേഷയാമാസ ഭൂപാലോ മുനിം ഗൗരമുഖം തഥാ. പ്രസാദാർത്ഥം സേവകസ്യ ക്ഷമസ്വേതി പുനഃ പുനഃ. ബ്രാഹ്മണാൻ സിദ്ധമന്ത്രജ്ഞാൻ രക്ഷണാർത്ഥമിതസ്തതാ. മന്ത്രിപുത്ര സ്ഥിതസ്തത്ര സ്ഥാപയാമാസ ദന്ദിനാ ന കശ്ചിദാരുഹേ തത്ര പ്രാസാദേ ചാതിരക്ഷിതേ. വാതോപി ന
ചരേത്തത്ര പ്രവേശേ വിനിവാര്യത്തെ ഭക്ഷ്യഭോക്ഷ്യാദികം രാജ തത്രസ്ഥശ്ച ചകാരസ സ്നാന സന്ധ്യാദികം കർമ്മ തത്രൈവ വിനിവർത്യ ച രാജകാര്യാണി സർവാണി തത്രസ്ഥശ്ചാകരോൻ നൃപാ മന്ത്രിഭിഃ സഹ സമ്മന്ത്ര്യ ഗണയൻ ദിവസാനപി കശ്ചിച്ച കശ്യപോ നാമ ബ്രാഹ്മണോ മുനിസത്തമ ശുശ്രാവ ച തഥാ ശാപം പ്രാപ്തം രാജ്ഞാ മഹാത്മനാ സ ധനാർത്ഥി ദ്വിജശ്രേഷ്ഠ കശ്യപ സമചിന്തയൽ വ്രജാമി തത്ര യത്രാസ്തേ ശബ്ദോ രാജാ ദ്വിജേനഃ ഇതി കൃത്വാ മതിം വിപ്ര സ്വഗൃഹാൻ നിസൃതപഥി കശ്യപോ മന്ത്രവിദ്യുദ്വാൻ ധനാർത്ഥി മുനിസത്തമ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ നവമോധ്യായ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 9-ാമത്തെ അധ്യായം, ദ്വിതീയസ്കന്ധം. അതിൽ 40 മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇത്തരത്തിൽ ഉപായയോഗത്താലവൾ ജീവിച്ചല്ലോ, ശാസ്ത്രസമ്മതമാം കാര്യം സ്വീകരിക്കേണം. രക്ഷയ്ക്കായി മണി മന്ത്രമൗഷധാദി കൈക്കൊള്ളണം. സ്വന്തം കാവലിനായി ഭടന്മാരെ ഒരുക്കി ഉത്തമമായി 7 നില മാളികയും തയ്യാറാക്കി ഉത്തരാപുത്രനദിലായി താമസമാക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. മണിമന്ത്രാദ്യുപായങ്ങൾ അറിയുന്നവരുമെത്തി ഗൗരമുഖനാം മുനിയെ പറഞ്ഞയച്ചു. മമ തെറ്റു പൊറുക്കണേ എന്നു വിപ്രജനത്തോടും മന്ത്രജ്ഞന്മാരോടും ചൊല്ലാനായിട്ടു രാജൻ. കാവലിനായി ആനകളെ നിർത്തി അതിസുരക്ഷിത മാളികയിലേക്കു ആരും കടക്കയില്ല. കാറ്റുപോലും കടക്കില്ല, വാതിൽക്കലായി തടയും
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്നാനവും സന്ധ്യാവന്ദനം ഇവയും മാളികയിലായി, ഭരണവും മാളികയിൽ വച്ചു നടന്നു. മന്ത്രിമാരോടാലോചിച്ചും ദിവസങ്ങൾ കഴിയവേ, കശ്യപന മന്ത്രജ്ഞരിൽ പ്രമുഖ വിപ്രൻ രാജാവിന്റെ ശാപവാർത്തയറിഞ്ഞു. അത്യധികമാം ധനാസക്തിയുള്ളയാൾ ഏവം ചിന്തിച്ചു. ശാപഗ്രസ്തൻ രാജാവിന്റെ അടുത്തേക്കു പോകാമിപ്പോൾ, തന്റെ ഗൃഹം വിട്ടിറങ്ങി കശ്യപൻ താനും. മന്ത്രവേദിയായ മുനിസത്തമനാം കശ്യപനോ മനം തന്നിലത്യധികം ധനമോഹിതാൻ. മന്ത്രവേദിയായ മുനിസത്തമനാം മന്ത്രവേദിയായ മുനിസത്തമനാം കശ്യപനോ മനം തന്നിലത്യധിക ധനമോഹിതാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഗൗരി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ ചേരുന്നു ജ്ഞാനംബികേ. ചേരട്ടെ എൻ ജന്മവും. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 147 ദിവസം. നമ്മുടെ ഈ പാരായണം 5 മാസങ്ങൾ പൂർത്തീകരിക്കുകയാണ് അധികം വൈകാതെ. അപ്പം ഇവിടെ രുരുവിന് തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടി, തൻ്റെ ആയുസ്സിൻ്റെ പകുതി കൊടുത്തിട്ട് പരീക്ഷിത്ത് പറയുകയാണ്, ഇതുപോലെ നമ്മളും ആലോചിക്കണം. മണിമന്ത്ര ഔഷധീഭിശ്ച വിധിവൽ പ്രാണരക്ഷണേ. പ്രാണരക്ഷയ്ക്ക് വേണ്ടി രത്നം, മന്ത്രം, ഔഷധം ഇതിനെയൊക്കെ വിധി അനുസരിച്ച് കൈക്കൊള്ളണം എന്ന് ഇത്യുക്ത്വാ സജീവാൻ രാജ കൽപ്പയിത്വാ സുരക്ഷകാൻ. മന്ത്രിമാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വന്തം കാവലിനായി രക്ഷാഭടന്മാരെ, നമ്മൾ പറയാറില്ലേ, സെക്യൂരിറ്റിയെ ഏർപ്പാടാക്കി സുരക്ഷിതമാവാൻ വേണ്ടി, തൻ്റെ ജീവിതം സുരക്ഷിതമാവാൻ വളരെ പ്രത്യേകതയുള്ള പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ അത്തരത്തിൽ
7 നിലകളുള്ള ഉത്തമമായൊരു പ്രാസാദം. പ്രാസാദം എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം. അപ്പോൾ ഇവിടെ സാധാരണ ക്ഷേത്രത്തിലൊക്കെ പ്രാസാദശുദ്ധി എന്ന് കാണാം, അല്ലേ? അത് പ്രസാദശുദ്ധി എന്ന് പല ആളുകളും തെറ്റായിട്ട് പറയാറുണ്ട്. ഇത് പ്രസാദശുദ്ധിയല്ല, പ്രാസാദം. പ്രാസാദം എന്ന് പറഞ്ഞാൽ സ്ഥലം, വീട് എന്നൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആ മാളിക നിർമ്മിച്ചിട്ട് ഉത്തരാപുത്രനായ പരീക്ഷിത്ത് ആരുരോഹോ ഉത്തരാസൂനു, അതിൽ സಚಿവന്മാരോടുകൂടി സಚಿവൈ സഹ തൽക്ഷണം ആരുരോഹ, മന്ത്രിമാരോടുകൂടി അപ്പം തന്നെ ഈ 7 നില മാളികയിലേക്ക് പരീക്ഷിത്ത് മാറി, അവിടെ താമസാക്കി. മണിമന്ത്രധരാശൂര സ്ഥാപിതാസ്തത്ര രക്ഷണേ, കാവലിനായിട്ട് മണി, മന്ത്രം തുടങ്ങിയ ഉപായങ്ങൾ അറിയുന്ന ആളുകളെ. പ്രേഷയാമാസ ഭൂപാലോ മുനിം ഗൗരമുഖം തഥ, ഗൗരമുഖൻ എന്ന മുനിയെ മഹാരാജാവ് പറഞ്ഞയച്ചു. എന്തിനാത്? അവിടെ എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസാദാർത്ഥം സേവകസ്യ ക്ഷമസ്വേതി പുനഃ പുനഃ ബ്രാഹ്മണാൻ സിദ്ധമന്ത്രജ്ഞാൻ രക്ഷണാർത്ഥമിതസ്തതാ, സേവകൻ്റെ തെറ്റ് പൊറുക്കണേ. പ്രസാദാർത്ഥം സേവകസ്യ ക്ഷമസ്വേതി പുനഃ പുനഃ, എന്നോട് ക്ഷമിക്കണേ എന്ന് വീണ്ടും 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 പറഞ്ഞ് രക്ഷയ്ക്കായി അവിടെയുള്ള ബ്രാഹ്മണരെയും മന്ത്രജ്ഞന്മാരെയും ഒക്കെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആണ് ഈ ഗൗരമുഖൻ എന്ന മുനിയെ അവിടുന്ന് പറഞ്ഞയച്ചത്. മന്ത്രിപുത്ര സ്ഥിതസ്തത്ര സ്ഥാപയാമാസ ദന്തിന, മന്ത്രിപുത്രൻ അവിടെ രക്ഷയ്ക്കായിട്ട് നിൽക്കണു, കാവലിനായി ആനകളെ നിർത്തി. ന കശ്ചിദാരുഹേ തത്ര പ്രാസാദേ ചാതിരക്ഷിതേ, അത്യന്തം സുരക്ഷിതമായിരിക്കുന്ന ആ പ്രാസാദത്തിലേക്ക്, മഹാരാജാവിൻ്റെ 7 നില മാളികയിലേക്ക് ആരും, ന കശ്ചിദാരുഹേ തത്ര, ആരും അവിടേക്ക് കടന്നു ചെന്നില്ല എന്നും അവിടെ ഇതാ പറയണു. വാതോപി ന ചരേ തത്ര, വാതോപി, കാറ്റുപോലും അനുവാദമില്ലാതെ അകത്തേക്ക് കടക്കില്ല. പ്രവേശേ വിനിവാര്യത്തെ, വാതിക്കൽ വെച്ച് തന്നെ ആ കാറ്റ് തടയപ്പെടും. ഭക്ഷ്യഭോജ്യാദികം രാജ തത്രസ്ഥശ്ച ചകാരസ, ഭക്ഷ്യവും ഭോജ്യവും, ഭക്ഷ്യഭോജ്യാദികളൊക്കെ നിർവഹിച്ചു അദ്ദേഹം. എവിടെ? അതേ മാളികയിൽ തന്നെ. താഴത്തേക്ക് ഇറങ്ങണില്ല, രക്ഷയ്ക്കായിട്ട് ആളുകളെ ഏർപ്പാടാക്കി. സ്നാനസന്ധ്യാദികം കർമ്മ തത്രൈവ വിനിവർത്യച, കുളി, സന്ധ്യാവന്ദനം തുടങ്ങിയ നിത്യകർമ്മങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ മാളികയുടെ മുകളിൽ അവിടെ സാധിക്കുകയാണ് നമ്മുടെ മഹാരാജാവ് പരീക്ഷിത്ത്. അപ്പം ആ സന്ധ്യാവന്ദനവും സ്നാനവും ഒക്കെ അവിടെ നടത്തി. രാജ്യഭരണ കാര്യങ്ങൾ, രാജകാര്യാണി സർവാണി, രാജ്യഭരണത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എല്ലാം തന്നെ തത്രസ്ഥശ്ചാകരോൻ നൃപ, അവിടെ ഇരുന്നു കൊണ്ട് അതൊക്കെ ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ കൊട്ടാരം എല്ലാ നിലയ്ക്കും ആ രാജാവിൻ്റെ സഭയായും അദ്ദേഹത്തിൻ്റെ ഗൃഹമായും ഒക്കെ ആ പ്രാസാദം മാറി എന്ന് പറയുന്നു. ഈ സമയത്തോ മന്ത്രിഭി സഹസംമന്ത്ര്യ ഗണയൻ ദിവസാനപി, മന്ത്രിമാരോടുകൂടി ആലോചിച്ച് ദിവസങ്ങൾ എണ്ണി കാലം കഴിച്ചു പരീക്ഷിത്ത്. കശ്ചിച്ച കശ്യപോ നാമ ബ്രാഹ്മണോ മുനിസത്തമ, ഈ സമയത്ത് കശ്യപൻ എന്നു പേരുള്ള വളരെ ശ്രേഷ്ഠനായ ഒരു മന്ത്രജ്ഞൻ, നല്ല തപസിദ്ധിയുള്ള ഒരാൾ, അദ്ദേഹം അവിടേതാ ആ ബ്രാഹ്മണൻ കടന്നു വന്നു എന്ന് പറയുകയാണ്. ശുശ്രാവ ച തഥാശാപം, ഇത് കേട്ടിട്ട് ഇവിടെ പോവാനായിട്ട് പുറപ്പെട്ടു. മുനികുമാരൻ്റെ ശാപത്തെക്കുറിച്ച് കേട്ടു. പ്രാപ്തം രാജ്ഞാ മഹാത്മന, ആ മഹാരാജാവിനെ ഇത്തരത്തിൽ ശപിച്ചതായി കണ്ടപ്പോൾ ആ കശ്യപ ബ്രാഹ്മണൻ ആലോചിച്ചു. എങ്ങനെയുള്ള ആളാണെന്നാണ് പറയുന്നത്? സാ ധനാർത്ഥി ദ്വിജശ്രേഷ്ഠ, ധനം കിട്ടണം,
എന്ന്, ആ പണത്തിനായി വലിയ മോഹമുള്ള ആ ബ്രാഹ്മണൻ എങ്കിൽ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് തീർച്ചപ്പെടുത്തി. വ്രജാമി തത്ര യത്രാസ്തേ ശബ്ദോ രാജാ ദ്വിജേന ച ഇതി കൃത്വാ മതിം വിപ്രാ സ്വഗൃഹാൻ നിസൃതപഥി. ശാപം കിട്ടിയ രാജാവിനെ പോയി കാണുക, രാജാവിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് നിശ്ചയിച്ചും കൊണ്ട് തൻ്റെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി കശ്യപൻ എന്ന ആ ദ്വിജശ്രേഷ്ഠൻ. അപ്പോൾ അദ്ദേഹം ആലോചിച്ചത്, ഈ ശാപം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മുഴുവൻ അമരത്വം നൽകി അനുഗ്രഹിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് ആ ശാപഗ്രസ്തനായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കശ്യപൻ തീർച്ചപ്പെടുത്തി. കശ്യപോ മന്ത്രവിദ്വാൻ ധനാർത്ഥി മുനിസത്തമ. ആരാണ് കശ്യപൻ എന്ന് അപ്പോഴാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ ഗൃഹത്തിൽ നിന്നിറങ്ങി കശ്യപൻ മന്ത്രവിദ്വാനും പണ്ഡിതനും മുനിസത്തമനും, അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ധനാർത്ഥി, ധനത്തിൽ വലിയ താല്പര്യം. അങ്ങനെയുള്ള ആ കശ്യപൻ രാജാവിനെ കാണാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന് പറയുന്ന 9-ാമത്തെ അധ്യായം, ദ്വിതീയസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം നമ്മൾ സമർപ്പിക്കുകയാണ്. നാളെ ഈ കശ്യപനും തക്ഷകനും തമ്മിലുള്ള സംഭാഷണം ഒക്കെയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അതിന് ഭഗവാൻ വേണ്ടതുപോലെ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര പുഷ്പാഞ്ജലി, അക്ഷരമലരുകളെ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.